പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ക്യൂജസ് അധ്യായത്തിലെ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ക്യൂജസിൽ വരുന്ന രണ്ടാമത്തെ ടൈപ്പ് ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: റിസോഴ്സ് മാപ്പ് നെയിംഡ് ലോക്കൽ മാപ്പ് ഡോട്ട് QGS ഈസ് ഗിവൺ ഇൻ ദ QGS പ്രോജക്ട്സ് ഫോൾഡർ ഇൻ എക്സാം ഡോക്യുമെൻറ്റ്സ് ഇൻ ഹോം. ഓപ്പൺ ദിസ് ഫയൽ ഇൻ QGIS ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ ആൻഡ് ഡു ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. രണ്ട് ആക്ടിവിറ്റിയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം അതിന് നമുക്ക് QGIS ഫോൾഡർ, QGISൻ്റെ മാപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം പ്ലേസസിൽ, ഹോമിലെ, എക്സാം ഡോക്യുമെൻറ്റ്സിലെ, QGIS പ്രോജക്ട്സിലെ ലോക്കൽ മാപ്പ് ഡോട്ട് QGS തുറക്കുകയാണ് ആദ്യം വേണ്ടത്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ചോദ്യം ഒന്നും കൂടെ നോക്കാം. ഇനി ഇത് തുറന്നു കഴിഞ്ഞു. ഇനി രണ്ട് ആക്ടിവിറ്റിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓപ്പൺ ദ ആട്രിബ്യൂട്ട് ടേബിൾ ഓഫ് ദി ഹൗസ് ലെയർ ഇൻ ദ റിസോഴ്സ് മാപ്പ് ആൻഡ് ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് ഹൗസ് ഇറ്റ് കണ്ടെയ്ൻസ്. ഹൗസ് ലെയറിൻ്റെ ആട്രിബ്യൂട്ട് ടേബിൾ തുറക്കുക, ഡിസ്പ്ലേ ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മാപ്പിൽ നമ്മുടെ ഹൗസ് ലെയർ ആദ്യം ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഏറ്റവും മുകളിലായിട്ട് ഹൗസ് ലെയർ ഉണ്ട്. ഹൗസ് ലെയർ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന മെനുവിൽ നമുക്ക് ആവശ്യമുള്ള ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ആ ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി നമുക്ക് ആ ലെയറിൽ ഉള്ള വീടുകളുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണുകയാണ്. ID, നെയിം, ഹൗസ് നമ്പർ, ഹൗസ് നെയിം. ഈ രീതിയിൽ നമുക്ക് 14 വീടുകൾ ആ ലെയറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ ആട്രിബ്യൂട്ട് ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി എന്താണ് അടുത്ത ആക്ടിവിറ്റി? എന്താണ്? ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് സേവ് ഇറ്റ് ഇൻ ദ എക്സാം 10 ഫോൾഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ, ക്വസ്റ്റ്യൻ നമ്പർ ആസ് ഫയൽ നെയിം. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് വേണ്ടത്. ഈ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്മുടെ കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ബട്ടണാണ് അമർത്തേണ്ടത്. അപ്പോൾ നമ്മുടെ കീബോർഡിൽ പ്രിൻ്റ് സ്ക്രീൻ PRTSCR അല്ലെങ്കിൽ PRTSC എന്നോ കാണിച്ചിരിക്കുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ അമർത്തുകയാണ് വേണ്ടത്. ആ ബട്ടൺ അമർത്തുന്നതോടുകൂടി ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് സേവ് ആവുക. നമുക്ക് സേവ് ചെയ്യേണ്ടത് എക്സാം 10 ഫോൾഡറിലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പിക്ചേഴ്സ് ഫോൾഡറിൽ പോയി ആ സ്ക്രീൻഷോട്ട് നമ്മൾ കോപ്പി ചെയ്ത് നമ്മുടെ എക്സാം 10 ഫോൾഡറിൽ സേവ് ചെയ്ത് അത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പറായി സേവ് ചെയ്യുകയാണ് വേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ എൻ്റെ ലാപ്ടോപ്പിലെ പ്രിൻ്റ് സ്ക്രീൻ ബട്ടൺ ഞാൻ ഒരു പ്രാവശ്യം അമർത്തുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം അമർത്തുമ്പോൾ ഒരു ഫോട്ടോ എടുത്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ചെറിയൊരു ശബ്ദവും ഉണ്ടാവും. അപ്പോൾ ഇനി ചെയ്യേണ്ടത് പ്ലേസസിൽ പിക്ചേഴ്സിൽ പോവുകയാണ് വേണ്ടത്. പിക്ചേഴ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നമ്മളെടുത്ത ഏറ്റവും അവസാനമായി വന്നിരിക്കുന്ന ഫയലായിരിക്കും അവസാനമായി എടുത്തിട്ടുണ്ടാവുക. ആ ഫയൽ നമ്മൾ കോപ്പി ചെയ്യുന്നു. നമ്മുടെ ഹോമിലെ എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം ചെയ്യുന്നു. നമ്മുടെ രജിസ്റ്റർ നമ്പറായി റീനെയിം ചെയ്യുന്നു. രജിസ്റ്റർ നമ്പറായി റീനെയിം ചെയ്യും. അപ്പം നമ്മുടെ അത് തുറന്ന് നോക്കി നമ്മുടെ അത് കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തി നമുക്കത് ക്ലോസ് ചെയ്യാം. തുറന്ന് നോക്കിയപ്പോൾ കണ്ടു നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ടീച്ചേഴ്സ് വാല്യൂ ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇവിടെയുള്ള ഒരു ചെറിയൊരു വ്യത്യാസം, നമ്മൾ പ്രിൻ്റ് സ്ക്രീൻ എടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പിക്ചേഴ്സ് ഫോൾഡറിലാണ് സേവ് ആവുക. അവിടെ നിന്ന് അത് നമ്മൾ കോപ്പി ചെയ്ത് നമ്മുടെ ഫോൾഡറിൽ എക്സാം 10 ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്ത് അതിനെ റീനെയിം ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.